ഇതാണ് ചെസ്നട്ട്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പ്രോഡക്ട്സ് ചോക്ലേറ്റും വേറെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആസ് എ ഹോൾ ആയിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല. എൻ്റെ ഒരു ഇറ്റാലിയൻ കൊലീഗ് അവൻ എവിടെയോ മൗണ്ടെയ്ൻസിൽ എന്തോ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കൊണ്ടു തന്നതാണ്. ഇത് കൊണ്ടു തന്നിട്ട് കുറച്ചായി, പക്ഷേ എനിക്കിത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊന്നും അറിയില്ല. അപ്പം ഞാനത് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് ഇതിൻ്റെ കാര്യമേ പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഈറ്റ് ചെസ്നട്ട്. ആക്ച്വലി സ്പീക്കിംഗ് ഞാനിത് വീഡിയോസൊക്കെ നോക്കി ഓവനിൽ വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഹൗസിലുള്ള ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനത്തെ പാനിൽ ഇതിട്ടിട്ട് ആക്കിയെടുക്കാമെന്ന്. അപ്പം ഞാനിത് കുറച്ച് കാലം വെച്ചത് കൊണ്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് അങ്ങനെ ഈ പാനിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ഇത് നമ്മൾ ഈ കാഷ്യൂ ഒക്കെ ഉണ്ടാക്കൂലേ, അതൊക്കെ പോലെയാണ് ഓൾമോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ചെസ്നട്ട് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞ് വരും. ഈ കരിഞ്ഞ് വന്നിട്ട് നമ്മൾ ഈ തോടിങ്ങനെ പൊളിച്ചെടുക്കണം. ഇതുപോലെ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഇത്ര മെനക്കെടുവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം ഇരിക്കുക. ഞാൻ ആദ്യം ഒന്ന് വായിൽ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഫുള്ളായിട്ട് കഴിച്ചു നോക്കുന്നത്. അങ്ങനെ ഞാനൊരു ഫുൾ സാധനം വായിലിട്ടപ്പോഴാണ് എനിക്കിഷ്ടമായത്. ഒരു മധുരവും പിന്നെ ഈ നട്ട്സിൻ്റെ ഒക്കെ ഉള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതൊക്കെ പോലെയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. വിൻ്ററിലാണ് ഞാനിത് ട്രൈ ചെയ്തതെങ്കിലും സമ്മറാണ് ഇതിൻ്റെ സീസൺ.